ഒരു കത്തോ ഇമെയിൽ സന്ദേശമോ സർട്ടിഫിക്കറ്റോ ഒരു അഡ്രസ് ലിസ്റ്റിലുള്ള ഒരു കൂട്ടം ആളുകളുടെ പേര് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതിനുള്ള സംവിധാനമാണ് മെയിൽ മെർജ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ മെയിൽ മെർജ് ചെയ്യുന്നതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. സ്പ്രെഡ്ഷീറ്റിൽ നാം നേരത്തെ തയ്യാറാക്കി വെച്ച പട്ടിക ഉപയോഗിച്ച് മെയിൽ മെർജ് സംവിധാനത്തിലൂടെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം വേർഡ് പ്രോസസ്സർ തുറന്ന് ഐഡന്റിറ്റി കാർഡിന്റെ ടെംപ്ലേറ്റ് തയ്യാറാക്കുക. ഇനി ടൂൾസ് മെനുവിൽ നിന്നും മെയിൽ മെർജ് വിസാർഡ് തിരഞ്ഞെടുക്കുക. ദൃശ്യമാവുന്ന ജാലകത്തിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഡോക്യുമെന്റ് ടൈപ്പ് എന്നതിൽ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ജാലകത്തിൽ സെലക്ട് അഡ്രസ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നാം നേരത്തെ തയ്യാറാക്കി വെച്ച അഡ്രസ് ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദിസ് ഡോക്യുമെന്റ് ഷാൽ കണ്ടെയ്ൻ എൻ അഡ്രസ് ബോക്സ് എന്നതിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഇനി ഇടതുഭാഗത്തു നിന്നും ക്രിയേറ്റ് സല്യൂട്ടേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ദിസ് ഡോക്യുമെന്റ് ഷുഡ് കണ്ടെയ്ൻ എ സല്യൂട്ടേഷൻ എന്നിടത്തും ഒരു ടിക്ക് മാർക്ക് കാണാം. മൗസ് ക്ലിക്ക് ചെയ്ത് ആ ടിക്ക് മാർക്കും ഒഴിവാക്കുക. ഇനി ഇടതുഭാഗത്തെ ആറാമത്തെ ഓപ്ഷനായ എഡിറ്റ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വലതുഭാഗത്ത് ദൃശ്യമാകുന്ന എഡിറ്റ് ഡോക്യുമെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നാം വേർഡ് പ്രോസസ്സറിൽ തയ്യാറാക്കിയ ടെംപ്ലേറ്റ് ഫയലിലേക്ക് തിരികെ എത്തുന്നു. ടൂൾ ബാറിൽ കാണുന്ന ഡാറ്റ സോഴ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റിന്റെ മുകളിലായി അഡ്രസ് ലിസ്റ്റ് ദൃശ്യമാവുന്നു. ഇനി അഡ്രസ് ലിസ്റ്റിലെ തലവാചകങ്ങൾ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലെ യഥാസ്ഥാനത്തേക്ക് ഡ്രാഗ് ചെയ്തിടുക. തുടർന്ന് റിട്ടേൺ ടു മെയിൽ മെർജ് വിസാർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെയിൽ മെർജ് വിസാർഡിലേക്ക് തിരികെ എത്താം. പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ഈ ജാലകത്തിൽ കാണുന്ന എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ ഓരോ ഡോക്യുമെന്റും പ്രത്യേകം എഡിറ്റ് ചെയ്യാൻ കഴിയും. തുടർന്ന് സേവ്, പ്രിന്റ് ഓർ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നാം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സേവ് ചെയ്യുവാനോ പ്രിന്റ് ചെയ്തെടുക്കുന്നതിനോ ഇമെയിൽ ചെയ്യുന്നതിനോ കഴിയും. സേവ് മെർജ്ഡ് ഡോക്യുമെന്റ് എന്ന റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിനെ ഒറ്റ ഫയലായോ വ്യത്യസ്ത ഫയലുകളായോ സേവ് ചെയ്യാം. പ്രിന്റ് മെർജ്ഡ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റിനെ നേരിട്ട് പ്രിന്റ് ചെയ്തെടുക്കാം. സെൻഡ് മെർജ്ഡ് ഡോക്യുമെന്റ് ആസ് ഇമെയിൽ എന്നതിലൂടെ ഈ ഡോക്യുമെന്റിനെ ഇമെയിൽ ചെയ്യുകയും ചെയ്യാം.